ശ്രീ നിഷാദ് 3 പോയിന്റ്. സ്വാമി അയ്യപ്പന് വേണ്ടി ആദ്യം ജയിലിൽ പോയ വ്യക്തി ഞാനാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് എൻ്റെ മുത്തശ്ശിയാണ് ആദ്യം അറസ്റ്റ് ചെയ്ത്, രണ്ടാമത് അമ്മയും, മൂന്നാമത് പ്രയാസാറിനെയും എൻ്റെയും. അവർക്ക് പ്രായമുള്ളതുകൊണ്ട് വിട്ടു. ശബരിമല അയ്യപ്പന് വേണ്ടി 2-3 തവണ എന്നെ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ, ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് യാതൊരു വികാരം വ്രണപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വളരെ ശക്തമായൊരു വിമർശനവും ഹൈക്കോടതി തന്നെ ഉപയോഗിച്ച, ഹൈക്കോടതി ഹേസ്റ്റ് ആൻഡ് പ്ലണ്ടർ എന്നാണ് ശബരിമലയിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ഉപയോഗിച്ചത്. അതായത് ശബരിമലയിൽ നടന്നത് കൊള്ളയടിക്കപ്പെട്ടതും അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ടതുമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെ ഒരു പാട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മതവികാരം വ്രണപ്പെടുന്നത്? പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കുഞ്ഞിക്കണ്ണൻ സാറിൻ്റെ നിലപാട് കേൾക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസികളുടെ വികാരത്തെ ഇത്രമാത്രം CPM-കാർ മാനിക്കുന്നു എന്നറിയുമ്പോൾ ശരിക്കും എനിക്ക് രോമാഞ്ചമാണ് ഉണ്ടാകുന്നത്. ഈ സജീവൻ സാറിനൊന്നും മനസ്സിലാവണില്ല. സജീവൻ സാർ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? CPM-കാർ അയ്യപ്പ വിശ്വാസികളുടെ വീട്ടിൽ കയറി ക്ഷമ പറയുന്നു, അയ്യപ്പ സംഗമം നടത്തുന്നു, അയ്യപ്പനും വാവരും വെളുത്തേമാണ്. അതായത് പണ്ട് ഞാൻ മാത്രമേ അത് പറയുള്ളായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഓടി നടന്ന അയ്യപ്പനും വാവരും വെളുത്തേ, അയ്യപ്പനും വാവരും വെളുത്തേ എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസികളെ ഇത്രയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെയും CPM പാർട്ടിയെയും സജീവൻ സാർ കാണാതെ പോകുന്നത് ദോഷകരമാണ്. അതുകൊണ്ട് എന്തായാലും CPM-ൻ്റെ ഈ നിലപാട് മാറ്റം, വിശ്വാസികൾക്ക് വേണ്ടി പോരാടുന്നു, അയ്യപ്പ ഭക്തർക്ക് വേണ്ടി കേസ് കൊടുക്കുന്നു, അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടാതിരിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചരിത്രം ഇനി സീരിയസ് ആയി പറഞ്ഞാൽ കാലവും സത്യവും ദൈവവും ഉണ്ടെന്ന് CPM-കാർ തിരിച്ചറിയേണ്ടതാണ്. ഇത് ഒരുപാട് കാലമൊന്നും മുമ്പല്ലല്ലോ, 2017-18 കാര്യമല്ലേ. 2018 10,000-കണക്കിന് കേസെടുത്ത് അയ്യപ്പ ഭക്തരെ ജയിലിലിടുകയും ഞങ്ങളടക്കമുള്ളവരെ പലതവണ ജയിലിലിട്ട് കാര്യമൊന്നുമില്ലാതെ വീണ്ടും വീണ്ടും പിടിച്ചിടുകയും ചെയ്തതിൽ നിന്ന് മാറി ഇന്ന് അയ്യപ്പനെ അംഗീകരിക്കുകയും, എന്തിന് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സുപ്രീം കോടതി വിധി തെറ്റാണെന്ന് വരെ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ മാത്രമേ ഇപ്പോഴും ആ ധൈര്യം കാണിച്ചുള്ളൂ കേട്ടോ, പല രാഷ്ട്രീയ പാർട്ടികളും കാണിച്ചിട്ടില്ല. സാക്ഷാൽ സുപ്രീം കോടതിയുടെ വിധി തെറ്റാന്ന് പറഞ്ഞു. അപ്പോൾ CPM കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സന്തോഷം. പിന്നെ 2, ഞാൻ CPM-നോട് അനുകൂലിക്കാത്തൊരു വ്യക്തിയാണ്. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. പക്ഷേ എല്ലാ സഖാക്കളും മോശക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ നമ്മുടെ ചെഗുവേരയുടെ മകൾ അലൈഡ ഗുവേര വന്നപ്പോൾ അവരെ കാണാൻ പോയതാണ്. വളരെ ബഹുമാനത്തോടെ അവരോട് സംസാരിക്കുകയും ഒപ്പം ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ സഖാക്കളും മോശമെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിമർശനത്തെ അതിൻ്റെ പക്വതയിൽ കാണാതെ ഈ പാട്ടിനോട്, ശരിക്കും പാട്ടിനോടല്ലോ CPM-നോടുള്ള വിമർശനത്തിനോടുള്ള ദേഷ്യല്ലേ, ഈ പാട്ടൊരു തരംഗമായ അലയടിച്ചു. 2, ഇത് ഹൈക്കോടതി പറയുന്ന കാര്യങ്ങളല്ലേ പാട്ടിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ്. പക്ഷെ CPM-കാർ പറയുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പാട്ടൊരു ഭക്തിഗാനമാണ്. എന്നുവെച്ചാൽ ഈ പാട്ടും അതിൻ്റെ ഈണവും എന്ന് വെച്ചാൽ നമുക്ക് അയ്യപ്പനോടുള്ള ഭക്തി സൂചിപ്പിക്കുന്ന ഒന്നാണ്. ആ ഈണം എടുക്കാൻ പാടില്ലായിരുന്നു, അത് അയ്യപ്പനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായി പോയി എന്നാണ്. ആ പോയിന്റ് നിൽക്കുന്നതാണോ? അല്ല, അവിടെയാണ് 2 കാര്യങ്ങൾ. ഒന്ന്, അങ്ങനെ ഒരു പോയിന്റ് CPM-കാർ ചിന്തിക്കുന്നുണ്ടല്ലോ, ഭയങ്കര സംഭവം. അങ്ങനെ ഒരു പോയിന്റുകാർ, അതായത് അയ്യപ്പ വിശ്വാസികൾക്ക് വികാരമുണ്ടെന്നും ഇവിടെ ശ്രീമതി TN സീമ അടക്കമുള്ള പല ആൾക്കാരും പണ്ട് അയ്യപ്പനെ കുറിച്ച് പറഞ്ഞ എന്താണെന്നൊക്കെ നല്ല ഓർമ്മ ഞങ്ങളടക്കമുള്ള എല്ലാവർക്കും ഉണ്ട്. അതായത് എന്തിന് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ പല കാര്യങ്ങളും നമുക്കെല്ലാം നല്ല രീതിയിൽ ഓർമ്മകളുണ്ട്. പോട്ടെ, അതൊന്നും പറയുന്നില്ല. ഇപ്പം പഴയ വെള്ളം പോയി, ഗംഗാജലം വീണ്ടും ഒഴുകി, ഇന്ന് CPM ഒരു പോസിറ്റീവ് പാതയിലാണ്, ബഹുമാനിക്കുന്നു. എല്ലാ സഖാക്കളെയും മോശമാക്കേണ്ടത് പറയുന്ന കാര്യം ബഹുമാനിക്കുന്നു. പക്ഷേ ഒരു പാട്ടിനെ, അതായത് ഇത് ഏതെങ്കിലും അസഭ്യമോ ആഭാസവും അല്ല, വ്യാജമായിട്ട് സെക്ഷലി കളേർഡ് റിമാർക്സ് എന്ന് എനിക്കെതിരെ ഇടുന്നത് പോലൊന്നും അല്ല. ഒരു രാഷ്ട്രീയ വിമർശനം ഒരു പാട്ടായിട്ട് ശബരിമലയുടെ കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും അപക്വമായി പെരുമാറരുത്, ഇത്രയും ചൈൽഡിഷായി പെരുമാറരുത്. ഇത് കോടതികളിലേക്കൊക്കെ വന്നാൽ, പ്രത്യേകിച്ച് രാജാ വിജയരാഘവൻ്റെയും അജയ്കുമാർ സാറിൻ്റെയും ഒക്കെ ജയകുമാർ സാറിൻ്റെയും ബെഞ്ചിലേക്ക് വന്നാൽ അവർ പറയാൻ പോകുന്ന പരാമർശങ്ങൾ ഇതിനപ്പുറം രൂക്ഷമായിരിക്കും. അതുകൊണ്ട് പോലീസ് പേടിപ്പിക്കാനുള്ള പരിപാടി കാണിക്കരുത്, അത് മോശമാണ്. ഇനിയും ഈ എഴുതുന്നവരോടും കൂടെ പറയാണ്, നിങ്ങൾ വിദേശത്താണെങ്കിൽ അവിടെ തന്നെ ഇരിക്കണം. പോലീസുകാർ ഇതിൻ്റെ മേളിൽ ഇനിയും കഥയുണ്ടാക്കും, പ്രോസിക്യൂഷൻ ഭയങ്കര കഥയുണ്ടാക്കും. പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് എഴുതിയെന്നുള്ളതുകൊണ്ട് ഇനി അതിൻ്റെ പേരിൽ ഹിന്ദു വികാരം വ്രണപ്പെടുത്താൻ എന്ന് പറഞ്ഞ് ഇല്ലാത്ത നമ്പറുകൾ വിടും. പക്ഷേ എന്താ അറിയാമോ, കുഞ്ഞിക്കണ്ണ സാറിനെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാറടക്കമുള്ളവർ പറഞ്ഞ് തിരുത്തണം. ഇത് അപക്വമാണ്. CPM എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനത്തിന് യോജിക്കാത്തതാണ്. അയ്യപ്പ വിശ്വാസികളും ഹിന്ദു വിശ്വാസികളെയും ഒന്നും നിങ്ങൾ സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് നമുക്കറിയാമല്ലോ. അതുകൊണ്ടല്ലല്ലോ CPM-നെ ഒരു അല പോലെ അടിച്ച്, അതായത് തിരമാല പോലെ അടിച്ച് സാധാരണ ജനങ്ങളിലേക്ക് ഈ പാട്ട് അവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ഞാൻ പത്മകുമാർ സാറിനെ ജയിലിൽ വെച്ച് കണ്ടിരുന്ന, ഞാൻ പത്മകുമാർ സാറിനോട് വളരെ സ്നേഹത്തോടെയും കാര്യമായിട്ടാണ് സംസാരിച്ചത്. എല്ലാ സഖാക്കളും മോശമാണെന്നൊന്നും അഭിപ്രായമില്ല. വളരെ രാഹുലിനുള്ളത്.